ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുർമി ബ്രോസ്. ന്യൂ ഇയറും ക്രിസ്മസ് എല്ലാം എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? ഇന്നത്തെ വീഡിയോ ഒരു ടിപ്സ് വീഡിയോ ആണ്. നമ്മൾ മലയാളീസിനെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന 5 ദോശയാവും. ദോശ എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല, അരിദോശ അല്ലെങ്കിൽ നീർദോശ എന്ന് തന്നെ പറയേണ്ടി വരും. ചിലർക്കൊന്നും ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. ഇനി ദോശമാവിൻ്റെ റെസിപ്പിയാന്ന് വെച്ചിട്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇത് ഇന്നത്തെ വീഡിയോ. നമ്മൾ പുതുതായിട്ടൊരു ദോശച്ചട്ടി അത് വാങ്ങിച്ച അന്ന് തന്നെ യൂസ് ചെയ്യാനും അതുപോലെ അത് ഒരുപാട് കാലം ആ ചട്ടി കേട് കൂടാതെ ഇരിക്കാനും ദോശ അടിയിൽ പറ്റി പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് അതേ ടേസ്റ്റിൽ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഞാൻ ഈ ദോശ കഴിച്ചു കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ ഇരുന്ന എല്ലാ കിടുക്കാച്ചി വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയറൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. ട്രിപ്പെല്ലാം പോയി. അപ്പം അതിൻ്റെ എല്ലാം വീഡിയോസ് വോയിസ് ഒന്നും കൊടുക്കാതെ മ്യൂസിക് ഇട്ടിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. പിന്നെ നല്ല കിടിലൻ ടിപ്സ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ കാണും. സപ്പോർട്ടായിട്ട് നിങ്ങളും കൂടെ കാണണം. ഉഴുന്നൊന്നും ഇടാതെ നമ്മുടെ നീർദോശ, നമ്മുടെ അരി മാത്രം ഇട്ടിട്ടുള്ള ദോശ നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. ആ ദോശ അതേ ഒരു ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നമ്മളത് ഫ്രൈ പാനിലൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ദോശക്കല്ലിൽ ചുടുമ്പോഴാണ് അതിന് ഈ ടേസ്റ്റ് വരുന്നത്. ഇത് ഞങ്ങൾ ഇന്നലെ നൈറ്റാണ് ഈ ദോശച്ചട്ടി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയ അന്ന് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാലം ഉറപ്പോടെ നിൽക്കാനും വാങ്ങിയ അന്ന് തന്നെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളിത് എങ്ങനെയാണ് മയക്കിയെടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനൊരു കപ്പ് നല്ല എണ്ണ, നമ്മൾ തലയിലിടുന്ന എണ്ണയും അതുപോലെ വാഴയിലയുടെ തണ്ട്, അത് കഷ്ണം മുറിച്ചതാണിത്. വാഴയിലയുടെ തണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നു. വാഴ അതിൻ്റെ ആ തണ്ട് ഭാഗമാണ് വേണ്ടത്. അതുപോലെ ഒരു കപ്പ് കഞ്ഞിവെള്ളം, ദോശച്ചട്ടി ഫില്ലായിട്ട് നിൽക്കുന്ന പോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ അടിഭാഗം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള വാഴയിലയുടെ തണ്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു കപ്പ് എണ്ണയും. എണ്ണ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ എള്ളെണ്ണ തന്നെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അതുപോലെ പാം ഓയിലോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കുക്ക് ചെയ്യണം. വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതില്ല. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ കുക്ക് ചെയ്യുക. ഇത് ഫുള്ളായി എന്ന് മനസ്സിലാവുക എങ്ങനെയാന്ന് വെച്ചാൽ ഈ വാഴയില തണ്ടിൻ്റെ കളർ ഒരു ബ്രൗൺ ആയിട്ട് മാറുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെ മയക്കിയെടുത്താൽ ദോശ ഒരിക്കലും അടിയിൽ പിടിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച അന്ന് തന്നെ ഈ ചട്ടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ചട്ടി ഉള്ള ഒരുവിധം പേരൊക്കെ പറയാറുണ്ട്, ഇരുമ്പിൻ്റെ ചട്ടിയാണ് ദോശച്ചട്ടി, അതിൻ്റെ അടിഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോരാറുണ്ടെന്ന്. എത്ര നല്ല ഒറിജിനലുള്ള ചട്ടി ആയിരുന്നാലും അതിൻ്റെ അടിഭാഗം ഇങ്ങനെ അടർന്നു പോരും. ഇപ്പോൾ ഫ്രൈ പാൻ മോഡലെല്ലാം നമുക്ക് ദോശച്ചട്ടി അവൈലബിൾ ആണ്. പക്ഷെ അതിനേക്കാളെല്ലാം നീർദോശ ചുടാൻ ഏറ്റവും ടേസ്റ്റ് ആവുക ഇങ്ങനെയുള്ള ഇരുമ്പ് ചട്ടികളാണ്. ഇങ്ങനെ മയക്കി വെച്ചാൽ ഒരു 10 വർഷത്തിനൊന്നും നമുക്ക് പുതിയ ചട്ടി വാങ്ങേണ്ടി വരില്ല. അരമണിക്കൂറെങ്കിലും നന്നായിട്ട് തിളപ്പിച്ച ശേഷം നമുക്ക് ചട്ടി ഇങ്ങനെ മാറ്റി വയ്ക്കാം.
നല്ല ചൂടുള്ളതാണ്. കുട്ടികളൊന്നും കൈ തൊടാതെ ശ്രദ്ധിക്കണം. ഇരുമ്പാണ് ചൂടായിട്ടുള്ളത്. ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് നമ്മുടെ വാഴയിലത്തണ്ടിൻ്റെ രൂപം എല്ലാം മാറിയിട്ടുണ്ടാവും. കഞ്ഞിവെള്ളവും ഒരു കട്ട കട്ടയായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ചേർന്ന് ഇതിൻ്റെ നീരും എണ്ണയും കഞ്ഞിവെള്ളം എല്ലാം ഇതിലോട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ല ഫ്രഷായിട്ട് തന്നെ ഇതൊന്ന് കഴുകിയെടുക്കുക. അകവും പുറവും രണ്ട് ഭാഗവും ഒരേപോലെ തന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ദോശച്ചട്ടിയുടെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ട് ഏകദേശം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷം രണ്ട് ഭാഗം എന്തെങ്കിലും ഒരു വേസ്റ്റ് തുണി കൊണ്ട് നന്നായിട്ട് തോർത്തിയെടുക്കുക. അതിന് ശേഷം രണ്ട് ഭാഗത്തും ഉൾഭാഗത്തും പുറം ഭാഗത്തും നന്നായിട്ട് നമ്മുടെ നല്ലെണ്ണ, അതിനാണ് ഞാനൊരു കപ്പ് നല്ലെണ്ണയുടെ ആവശ്യമുണ്ടെന്ന് ഫസ്റ്റ് പറഞ്ഞത്. ഹാഫ് ഞാൻ ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത്, ഇനി ബാക്കിയുള്ളത് നമ്മൾ ഇതിൽ നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ചിലർക്കെല്ലാം ഡൗട്ട് ഉണ്ടാവും, നമ്മൾ നീർദോശ ചുടുമ്പോൾ ചട്ടിയിൽ സ്പ്രെഡ് ചെയ്യാറുണ്ടല്ലോ എണ്ണാന്ന്. പക്ഷെ അതല്ല, അതിൽ നമ്മൾ പാം ഓയിലാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതാണ് നമ്മുടെ ചട്ടിയുടെ ദീർഘകാലത്തെ ഉപയോഗത്തിന് നമ്മളെ ഹെൽപ്പാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ട്രൈ ചെയ്യണം. നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്യാണ്. പിശുക്കണ്ട, നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും നമ്മൾ പിടിക്കുന്ന കൈയിൻ്റെ പിടുത്തത്തിൻ്റെ ഭാഗത്തും അപ്പുറത്തും എല്ലായിടത്തും തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം ഇത് നമ്മളൊന്ന് ഈ എണ്ണ തന്നെ യൂസ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കണം. വെയിലത്ത് വെച്ചിട്ട് ഈ എണ്ണ ഒന്ന് ഉണക്കിയെടുക്കണം ഈ ചട്ടിയിൽ. അപ്പം നിങ്ങളെല്ലാവരും ദോശച്ചട്ടി പുതുതായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ ചട്ടി നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് ഉണക്കിയെടുത്ത് ഇപ്പോൾ ഞാൻ ദോശ ചുടാൻ പോവാണ്. ഉഴുന്ന് ദോശ ഇതിൽ വലിയൊരു ടേസ്റ്റ് കൊടുക്കില്ല. അതിൽ ചട്ടിയിൽ ചുടാൻ എപ്പോഴും ടേസ്റ്റ് നീർദോശയാണ്. ഇച്ചിരി അരിയും തേങ്ങയും കൂടെ അരച്ചാൽ മാത്രം മതി ഇതിന്. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് പൊടിപ്പിച്ച് കൊണ്ടുവന്ന, മില്ലിൽ നിന്ന് പൊടിപ്പിച്ച് കൊണ്ടുവന്ന അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇത്തിരി തേങ്ങ ചിരകിയിട്ടിട്ട് അങ്ങനെ അരച്ചാലും മതി. അങ്ങനെ ആയാലും നീർദോശ ടേസ്റ്റ് ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റിന് മക്കൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ്.